കാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണത്തുമ്പി നീ വരൂ പൊന്നോണത്തുമ്പി
ഏത് മോഡ്? അതെ അടുത്ത് പാടുന്നവരുണ്ട്. വാ 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 വാ. എല്ലാവരും ഏതൊക്കെയോ സിറ്റികളിലാണ്. അതിലേതോ ഒരു സിറ്റിയിൽ ബോംബ് ഇട്ടു. ആ സിറ്റി ഏതാണെന്നാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ആ സിറ്റിയാണ് ഭുവനേശ്വർ. ഒരേ ഒരാളാണ് ഭുവനേശ്വർ എന്ന് പറയുന്ന സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അയാൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നിരഞ്ജന ലിൻസ് ബോംബ് വീണു. നിങ്ങളുടെ കൂട്ടുകാരി കേട്ടോ. വീണ്ടും നിങ്ങൾ പുതിയ സിറ്റികളിൽ ചില സിറ്റിയിൽ ആദ്യം ക്യാപിറ്റൽ സിറ്റിയിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലേ? എല്ലാ സിറ്റികളിലും പോകണം കേട്ടോ. ഓക്കെ, വീണ്ടും നമ്മുടെ പാട്ട് തുടരുകയാണ്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ എല്ലാവരും വീണ്ടും ഇന്ന് ഇപ്രാവശ്യം എത്ര പേരാണ് നല്ല സിറ്റി ചെന്നെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മൾ എപ്പോഴും ടൂർ പോകുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ഇപ്രാവശ്യം വീണ്ടും ബോംബ് വീടുന്നത്. കൊച്ചിക്കാർ എത്ര പേരുണ്ട്? കൊച്ചിക്കാര് അടിപൊളി. ഇത്രയും കൊച്ചിക്കാരുണ്ടായിരുന്നു. സോറി കൊച്ചിക്കാരെ. അടുത്തതായിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്ര ആഞ്ഞു പിടിച്ചോണം കേട്ടോ. എന്നാ പോയിക്കാം വീണ്ടും. ഓക്കെ, ഇപ്രാവശ്യം എവിടെയാണാവോ ബോംബ് വീഴുന്നത് അറിയത്തില്ല. എന്നാലും ദക്ഷിണേന്ത്യയിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു. അത് നമ്മുടെ തൊട്ടയൽപക്കമായ തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈക്ക് പകരം ജിൻസി ടീച്ചർ മദ്രാസ് എന്ന പഴയ പേരാണോ എഴുതിയത് എന്നൊരു സംശയം. എങ്കിലും ആ മദ്രാസിൽ ഒരു ബോംബ് വീണു. മദ്രാസിൽ ആരുമില്ലേ? മദ്രാസിൽ നിന്ന് 3 പേരാണ് നമ്മുടെ ഔട്ടായിരിക്കുന്നത്. ഇനി ഇതാ 1, 2, 3, 4, 5, 6, 7 പേര് മാത്രമാണ് നമ്മുടെ മത്സരത്തിലെ അവസാന ഭാഗത്തേക്ക് കിടക്കുന്നത്.
ട്രെയിൻ ഓടി 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 അങ്ങ് പോയി 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 അങ്ങ് എവിടെയാണ് നമ്മുടെ നരേന്ദ്രമോദിയെ കാണണം, പ്രധാനമന്ത്രിയെ കാണണം, പ്രസിഡന്റിനെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് ഡൽഹി എന്ന നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇതാ എന്താണ് നിങ്ങൾക്ക് ഡൽഹിയോട് ഇത്രയ്ക്കൊരു താല്പര്യമില്ലാത്തത്? അത് സുമാറുള്ള കാര്യമല്ല കേട്ടോ. വട്ടത്തിൽ ഓടണം, വട്ടത്തില്. എന്നാ വീണ്ടും വട്ടത്തിലായിട്ട് എല്ലാവരും വട്ടത്തിൽ ഇഷ്ടമുള്ളത് കയറി നിൽക്കാം കേട്ടോ. പാട്ട് നിൽക്കുമ്പോ നിങ്ങൾക്ക് എനിക്കിപ്പോ ഡൽഹിക്ക് പോകണം തോന്നിയാൽ ഡൽഹിക്ക് പോകാം. ഡൽഹിക്കും ബോംബെക്കും ഒക്കെ പോകാൻ പൈസ മുടക്കാതെ പോകാനുള്ള ഒരു ഉജ്ജ്വലമായ ചാൻസ് ആണ്. ഈ ചാൻസ് ആരും നഷ്ടപ്പെടുത്തരുത്. വീണ്ടും പാട്ട് കേറിക്കോട്ടെ. വീണ്ടും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് ഈ ഭീകരൻ ബോംബിടുന്നത്. പക്ഷെ അത് തൊട്ടയൽഭാഗത്തല്ല, അതിന് കുറച്ചും കൂടെ അപ്പുറത്ത് നീണ്ടു കിടക്കുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, ആന്ധ്രാപ്രദേശ്. അതിന്റെ തലസ്ഥാനമായ ഹൈദരാബാദിൽ ബോംബ് വീണോ എന്നൊരു സംശയം. അവിടെ ബോംബ് വീണു. എന്നിട്ടോ 3 പേര് ഔട്ടായി. അടുത്തായിട്ട് മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മത്സരത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും ഒരു സിറ്റിയിൽ തന്നെ കയറി നിൽക്കരുത്. 3ാം ക്ലാസ്സുകാർ മാത്രമുള്ള ഒരു ട്രെയിൻ യാത്ര, ഇതിനെ പ്ലെയിൻ യാത്രയായിട്ട് നമ്മൾ ഉയർത്തുവാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാം. വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു. ഈ പ്രാവശ്യം ഈ ഭീകരൻ കേരളത്തെ ലക്ഷ്യമാക്കിയാണ് ബോംബിട്ടത്. വീണ്ടും ആ ബോംബിത കൊച്ചിയിൽ വീണു. കൊച്ചിയിൽ നിന്നും അമലിനെ പുറത്താക്കി. ഇനി ആകെ 3 പേരാണുള്ളത്. നമ്മുടെ ക്രിസ്ത്യാനോ, ബെൻ റോബിൻസ്, അർജുൻ, അനീഷ്, അഞ്ജന, ലിജോ എന്നീ 3 വിമാനയാത്രികരാണ് ശുഭാംശു ശുക്ലയെ പോലെ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ യാത്രയിൽ ആര് വിജയിക്കുമെന്ന്. ഓക്കെ, വീണ്ടും യാത്ര തുടർന്നു. ബോംബ് വീണത് ഭുവനേശ്വരി. ആരും പോയില്ല. എങ്കിൽ വീണ്ടും പോകാം. ശരി. കൊച്ചി കേന്ദ്രീകരിച്ചാണ് ആ ഭീകരൻ വീണ്ടും ബോംബിട്ടത്. കൊച്ചി. അതാ അർജുൻ, അനീഷ് പുറത്തായിരിക്കുന്നു. ഇനി 2 പേര് ഫസ്റ്റും സെക്കൻഡിനുമുള്ള മത്സരം. എനിക്കും അറിയത്തില്ല. ഇതാ ബോംബ് വീണു പൂനെയിൽ. ഇതാ നമ്മുടെ മത്സരം അതിന്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങ് അവസാനം വരെ വിജയിച്ച 1ാം സമ്മാനം ക്രിസ്ത്യാനോ, ബെൻ റോബിൻസിനാണ്. ഈ സമ്മാനം കൊടുക്കാനായിട്ട് സൗകര്യമാണ്. ഉടനടി സമ്മാനമാണ്. സെക്കൻഡ് അഞ്ജന ബിനീഷ്. ചേർന്ന നമ്മുടെ 1ാം സമ്മാനാർഹനായ കരിമ്പനിൽ നിന്നുള്ള ക്രിസ്ത്യാനോ, ബെൻ റോബിൻ
ഒരുപോലെ കാണുന്നത് കൊണ്ട് എല്ലാവർക്കും ഉണ്ട് സമ്മാനം. ആദ്യം മിഠായി പുറക്കല്. ഫസ്റ്റ് അടൂർ മനോജിന്റെ മമ്മി ഇന്ത്യയെ ഈ ഫോട്ടോ എടുക്കുന്ന ചേട്ടനെ കൂടെ ഒന്ന് നോക്കണേ. ഹെൻറിസൺ ലിജോ ഫസ്റ്റ്. പിന്നെ ഈസല് അടുത്തത് നമ്മുടെ ഈസലിനാണ്. ആരും മാറിപ്പോകല്. അടുത്തത് അഡോൺ മനോജ്. എല്ലാവർക്കും ഫസ്റ്റാണ്. അടുത്തത് സ്റ്റീയ മരിയ. രണ്ട് കൈ ഇതിൽ. അടുത്തത് മിസ്റ്റി മരിയ. അടുത്തത് പുതിയ മത്സരത്തിനുള്ള സമ്മാനമാണ്. ഈ കുട്ടികളെല്ലാവരും ഇങ്ങോട്ട് അടുത്ത് ചേർന്ന് നിൽക്കണം. പുഞ്ചിരി മത്സരം ഫസ്റ്റ്. മിസ്റ്റി മരിയ, സ്റ്റീയ റോബിൻ. ഇസൽ മരിയ. ഹെൻറിസൺ. അരുണഭിലാഷ്. അടോൺ മനോജ്. നമ്മുടെ എക്സാം ടീച്ചർ ആയിരുന്നേ. അടോൺ. സമ്മാനദാനം നിർവഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ചുമിന് ഏറ്റവും സ്നേഹത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അമില ഓടിയ. സമ്മാനദാനം നൽകിയ ടീച്ചറിന് ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഫസ്റ്റ് ജിയാൻ ക്രിസ്റ്റോ ആൽബിൻ. ജിയാൻ ക്രിസ്റ്റോ ആൽബിൻ. പ്രിൻസ്. അടുത്തത് പുഞ്ചിരി മത്സരം LKG UKGയുടെ സമ്മാനമാണ്. ഫസ്റ്റ് ശിവാദ്യ. സെക്കൻഡ് ആൻഡ്രിയ റോബിൻ.
ഇത്രയും കൈയടിയുണ്ടോ? ഈ കസേരകൾക്കൊന്നും ജീവനില്ലേ? ഒന്നാം സമ്മാനം വട്ടുരുട്ടിൽ, ഒന്നാം സമ്മാനം 2501 പോയിന്റോടെ കൃഷ്ണദേവ് ഷിബു കരസ്ഥമാക്കിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ടീച്ചർ. സൈഡിൽ കൈ പിടിക്കരുത്. അത് കസേര ആ ആളോട് കാണിക്കുന്ന ഒന്നിനു വിട്ട കൈകളാണോ നമ്മളോട് ഒരിക്കൽ കൂടെ ഉറപ്പ് വരുത്തിക്കേ. ധീരായിരുന്നു. കുറേയേറെ ആളുകൾ കസേര കിട്ടാതെ വിഷമിച്ച് നടക്കുകയാണ്. തീർന്നു സമയം. ഓക്കെ, 1, 2, 3, 4 പേര് നമ്മുടെ വീണ, ശാലിനി, അഞ്ജന, അനന്യ, തെരേസ, ആൻഡ്രിയ, ഇത്രയും പേര് കസേര കിട്ടാതെ ഹതഭാഗ്യരാണ്. അടുത്ത 2-3 കസേര ആള് മാറിയോ? കസേര മാറിയോ? ഓക്കെ, അയ്യോ ആൻസ്മരിയ ഓടുന്ന കസേര കിട്ടാതെ പാവൗട്ട്. ആൻസ്മരിയ അതുപോലെ ആൽഫിയോണ ഒക്കെയാണ് ഇപ്പൊ ഔട്ടായത്. കസേരകളെ ഫ്രണ്ടിന്റെ കസേരകളെ മാറ്റി. അയ്യോ, ചേച്ചിമാർ ഏഴാം ക്ലാസ്സിലെ 2 ചേച്ചിമാർ ഓടുകയാണ്. പാതിയ കിട്ടും. അല്ല, അങ്ങനെ 3 പേര് നമ്മുടെ മരിയ, മനോജ്, അനറ്റ്, ഹാദിയ 3 പേരാണ് കസേര കിട്ടാതെ.
തീർന്നു. വേഗം മാറിയോ. ഒരു കസേര മാറി. നമുക്ക് 3 കസേരകൾ ഇടാം. 7 ക്ലാസ്സുകാരും 6, 5 ക്ലാസ്സുകൾ തമ്മിലുള്ള മത്സരമാണ്. നടക്കട്ടെ. അയ്യോ, 7ാം ക്ലാസ്സിലെ താരം ഔട്ടായി. നമ്മുടെ എവിറ്റ. ക്ലാസ് 5 നിവേദ്യ സോജൻ ഫ്രം ക്ലാസ് 6 ആൻഡ് വിസ്മയ ബിബിൻദാസ് ഫ്രം ക്ലാസ് 7. ഓക്കെ, മത്സരം തുടരുന്നു. അതെന്നോടട്ടെ, കൈയെടുക്കട്ടെ. മത്സരം നല്ല അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 2 പട്ടുപാവാട തൊട്ടിട്ടുള്ള ഒരു പട്ടുപാവാട കാത്തുപിടിക്കുന്ന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കുക. അടിപൊളി. അയ്യോ, ഒരു പട്ടുപാവാട ഔട്ടായിരിക്കുകയാണ്. 5, 7 ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ ഒറ്റ കസേരയ്ക്ക് വേണ്ടി സെക്കൻഡ് ആർക്ക് ഫസ്റ്റ് ആർക്ക് എന്നറിയാനുള്ള മത്സരം ഇതാ ആരംഭിക്കുന്നു. മത്സരം രംഗത്തുള്ളത് അകന്നോടിക്കോ, അകന്ന്. അങ്ങനെ 5ാം ക്ലാസ്സിലെ കസേരകളിൽ 1ാം സമ്മാനം കരസ്ഥമാക്കുന്നു. മത്സരത്തെക്കുറിച്ച് 2 വാക്ക് പറയണമെന്നാണ് നമ്മുടെ ഷോളി ടീച്ചർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിവേദ്യ സോജനെ ഏറ്റവും കൃത്യമായിട്ട് 2 വാക്ക് സംസാരിക്കാൻ, ഈ കഴിഞ്ഞ കസേര കളിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇതേസമയം കസേരകളി മത്സരം അവസാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമുക്കിനി നടത്താനുള്ള മത്സരം പൊട്ടറ്റോ ഗാദറിംഗ് ആണ്. 4ാം ക്ലാസ്സിലെ ബോയ്സ് മാത്രം. വലിയ ആന കല്ലും കൊണ്ട് ആരും വരരുത്. നിവേദ്യ നമ്മുടെ മുമ്പിലുണ്ട്. കസേര കളിയെ കുറിച്ചുള്ള ഈ ഓണ മത്സരത്തെ കുറിച്ചുള്ള 2 വാക്ക്. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് പോയത്. ഞാൻ ഭയങ്കര കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവർക്കും ആസ്വാദികരമായ ഈ കളി എല്ലാവരും ആസ്വദിച്ചെന്ന് ഞാൻ താങ്ക് യു നിവേദ്യ. കൺഗ്രാജുലേഷൻ.
കല്ലെടുത്തോണ്ട് വാ. മത്സരം അവസാന ഘട്ടത്തിലേക്ക് മാറുവാണ്. അഖിൽ ജോസ് ഫസ്റ്റ്, മണിപ്പൂർ സെക്കൻഡ്, ആൽബർട്ട് മനോജ്. താങ്ക് യു സാർ. ഫസ്റ്റ് റയാൻ ജോസ് സെബാസ്റ്റ്യൻ. റയാൻ. ശിവാദ്യ അനു. പുരോഗമിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ 4 കല്ലുകൾ അവിടെ കൊണ്ടുപോയി ഇടണം. ഗ്രൗണ്ടിൽ കൂടെ നടക്കണം. ഗ്രൗണ്ടിൽ കൂടെ ഓടരുതേ, പാസ് ചെയ്യരുത്. മുതിർന്നവർ ശ്രദ്ധിക്കുക. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. തീർന്നു. 3 സ്റ്റാർട്ട്. അത് ആരാണ് ആ ഗ്രൗണ്ടിൽ കൂടെ പാസ് ചെയ്യുന്നത്? ആരും പുറത്തു പോയ കല്ലുകളെ എടുത്തിടരുത്. കല്ല് എവിടെ വെച്ചിരുന്നോ അവിടെ തന്നെ വെക്കുക. കല്ലുകൾ മാറ്റാൻ ഔട്ട്സൈഡേഴ്സിന്റെ സഹായം വേണ്ട. റെഡി, ശ്രദ്ധിക്കുക. ഫിനിഷിംഗ് പോയിന്റിലുള്ളവർ നല്ലപോലെ ശ്രദ്ധിക്കണം. ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരാണ്? ഒന്നാമത്തെ 1 2 3 സ്റ്റാർട്ട്. കൃത്യമായിട്ട് വെക്കണേ, തെറ്റിപ്പോവരുതേ. രണ്ട് ഫസ്റ്റ് രണ്ട് ഒന്നാം സമ്മാനങ്ങളാണ്. നമ്മുടെ 2 മെമ്പർമാർ ഒരേ സമയം കൊടുത്തു. ഒരേ സമയം ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 2 പേർക്കും ബിന്ന മരിയ റോബിൻസ് ആൻഡ് സെറ സുധീഷ് 2 പേരും കളർ മാച്ചിങ് വരെ പച്ചയിട്ട പ്രതിനിധികളുണ്ട്. പച്ചയിടുന്നവരും പിങ്കിട്ട വാങ്ങുന്നവരും തുടങ്ങുവാണ്. വിസിലില്ല, അതുകൊണ്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഓടാൻ തുടങ്ങുക. മത്സരം ആരംഭിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അവനവന്റെ വാലുകളെ നഷ്ടപ്പെടുത്തരുത്. അയ്യോ, ഒരു വാല് പോയി. വാല് പോയവൻ മറ്റുള്ളവരുടെ വാല് പറിക്കണോ? വേണ്ട. വാല് പോയവര് മനഃപൂർവ്വം എന്ത് ഫൗളാണ് കാണിച്ചത്? വാല് പാടില്ല. ഡാർവിൻ വളരെ മോശമായി പോയി. ആർക്കും കൈ ഊരാൻ പാടില്ല. വേണ്ട, പോ, മത്സരിക്കാൻ പോ. അവനവൻ പറിച്ച വാലുകൾ നഷ്ടപ്പെടുത്തരുത്. എടാ, അവിടെ ആൾക്കാരാണ്. നിങ്ങളുടെ എല്ലാം വാല് പോയോ? അയ്യോ, ഇത്രയും പേരേ ഉള്ളൂ. വാല് കളയല്ലേ, വാല് കളയരുതേ. വാല് പോയവൻ സ്വന്തം വാല് നഷ്ടപ്പെടുത്താതെ വേണം മറ്റുള്ളവന്റെ വാല് പറിക്കാൻ. ശ്രദ്ധിക്കുക. അയ്യോ, പോയി. വീണ്ടും പറിച്ചു. അയ്യോ, ഇനി മത്സര രംഗത്ത് 4 പേരാണുള്ളത്. ആരൊക്കെയാ? 3 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ. ഉമറും ഫാമിസും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും? 1ാം സമ്മാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വാല് നഷ്ടപ്പെടാതെ മാക്സിമം വാലുകൾ കൈക്കലാക്കുക. ഇതിൽ തന്നെ കൂടുതൽ വാലുകൾ ഉള്ളവരാണ് വിജയി.
ഫ്രണ്ടിൽ കൂടെ വേണമെങ്കിൽ പാല് പറിക്കാം കേട്ടോ. അയ്യോ, ആ വേദിയിൽ ഇറങ്ങിയിരിക്കുന്ന ആ കുഞ്ഞു പൈതലിനെ ആരെങ്കിലും ഒന്ന് മാറ്റണേ. അവള് വാലുപറിയുടെ ആ ഒരു ഇൻട്രസ്റ്റില് അതെ, ഇത്രയും വലിയൊരു മത്സരം നടന്നിട്ട് എന്തൊരു കഷ്ടം. ഒരു അപ്പ് വിളിക്കാൻ പോലെ ഒന്ന് ഇത് മത്സരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കളിച്ചോ. മത്സരാർത്ഥികള് മടുത്തിട്ടുണ്ടാവും. 2 വാല് കിട്ടിയ പ്രാമിസിന് ഫസ്റ്റും, വാല് കിട്ടാത്ത ഉമ്മൂന് സെക്കൻഡും. വാല് പറിച്ചോ? ഇല്ല. അങ്ങനെ കൊടുത്താലോ എന്നൊരു അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. വേണ്ട. 2 പറിച്ചു. എവിടെ നിന്റെ വാല്? അയ്യോ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വാല് കളയല്ലേ. 2 പറിച്ചു. കളഞ്ഞു. കളയരുതായിരുന്നു. ഞാൻ ഓർത്ത് പാല് കിട്ടി. അപ്പൊ എങ്ങനെ എന്നെ ചെയ്യണം? അന്ന് 2 ഫസ്റ്റ് കൊടുത്ത് ഇല്ല. ഒരു ഒറ്റ മിനിറ്റിന്റെ മത്സരവും കൂടി. കൊച്ചു പിള്ളേരൊക്കെ മത്സരം ഇവിടെ അവസാനിപ്പിക്കാം. 2 പേർക്ക് സമ്മാനം കൊടുക്കാം. 2 പേർക്ക് ഫസ്റ്റ്. Thank you so much.